പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. റോമാലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഓരോ പ്രഭാതവും ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ആത്മീയ ചോദ്യമുണ്ട്. നാം ആരായി ദൈവസന്നിധിയിൽ നിൽക്കും? ഇന്നത്തെ വേദവചനം മനുഷ്യന്റെ യാഥാർത്ഥ്യവും ദൈവത്തിന്റെ മഹത്വവും ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന ശക്തമായ സന്ദേശമാണ്. ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്തു. ഇത് ആരെയും ഒഴിവാക്കുന്നില്ല. പാപം ചിലരുടെ മാത്രം കഥയല്ല, മനുഷ്യജാതിയുടെ പൊതുവായിട്ടുള്ളതാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ, ആത്മീയ അഭ്യാസങ്ങൾ, സഭാ പങ്കാളിത്തം ഇവയൊന്നും മനുഷ്യനെ പാപരഹിതനാക്കുന്നില്ല. പാപം മനുഷ്യനെ ദൈവ തേജസ്സിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപം മനുഷ്യനെ താഴ്ത്തുന്നു. പാപം മനസ്സാക്ഷിയെ ഭാരപ്പെടുത്തുന്നു. പാപം ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റുന്നു. എന്നാൽ ദൈവം മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ചത് മഹത്വത്തോടുകൂടെ ആയിരുന്നു. പാപം ആ മഹത്വത്തിന്റെ പ്രകാശത്തെ കെടുത്തുന്നു. ഇന്ന് ലോകം നൽകുന്നതായ തേജസ്സുകൾ പലതാണ്. പദവി, പണം, പ്രശസ്തി, അംഗീകാരം. എന്നാൽ ഇവയൊന്നും ദൈവ തേജസ്സിന് പകരം നിൽക്കുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവ തേജസ്സില്ലാതെ മനുഷ്യൻ സമ്പൂർണനല്ല. ദൈവ സാന്നിധ്യമില്ലാതെ ജീവിതം ശൂന്യമാണ്. ഇത് തിരിച്ചറിയുന്നിടത്ത് ഒരു ആത്മീയ ഉണർവ് ആരംഭിക്കുകയാണ്. നാം വായിച്ചതായ വചനം റോമർ 3:23 ഒരു വേദന നൽകുന്നുവെങ്കിൽ 24-ാമത്തെ വാക്യം ഒരു പ്രത്യാശയാണ് പകരുന്നത്. ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പിനാൽ മനുഷ്യൻ ചെയ്യാൻ കഴിയാത്തത് ക്രിസ്തു ചെയ്തു എന്ന് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ പാപത്തിൽ വീണു, ക്രിസ്തു കുരിശിൽ കയറി. മനുഷ്യൻ അടിമയായി, ക്രിസ്തു വില കൊടുത്തു. ഇതാണ് വീണ്ടെടുപ്പ്, അതും സൗജന്യമായി ദൈവത്തിന്റെ കൃപ മൂലം. ഇതല്ലേ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതും നാം അർഹിച്ചതുകൊണ്ടല്ല, നാം യോഗ്യത നേടിയതുകൊണ്ടല്ല, നാം സമ്പാദിച്ചതുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് നടത്തിയതോ ദൈവത്തിന്റെ സ്നേഹം മൂലം മാത്രമത്രേ. ഈ പ്രഭാതത്തില് ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ പാപം നിന്നെ അകറ്റിയാലും എൻ്റെ കൃപ നിന്നെ ചേർത്ത് നിൽക്കുകയല്ലേ? ആ കൃപയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ പാപത്തിലാണോ ജീവിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നുണ്ടോ? ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. പാപബോധം നമ്മെ തകർക്കാനല്ല, നമ്മെ പുതുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കൃപ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതുക്കപ്പെട്ടതായ ഒരു ജീവിതമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് കൃപയുടെ പ്രകാശത്തിൽ നടന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആയതിനാൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പുനഃസമർപ്പിക്കുവാൻ, ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കൃപയുള്ളവനായ കർത്താവേ, ഞങ്ങളുടെ പാപം ഞങ്ങളെ അകറ്റിയെങ്കിലും നിന്റെ സ്നേഹം നിന്നോട് ഞങ്ങളെ ചേർത്തിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിന് നന്ദി. ഇന്ന് ഈ ദിവസം കുറ്റബോധത്തിലല്ല, കൃപയുടെ ഉറപ്പിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.